കാർ അപകടത്തിൽ മരണപ്പെട്ട കൊല്ലം സുധി എന്ന കലാകാരൻ്റെ കുടുംബത്തിന് വീട് വെച്ച് നൽകിയത് KHDC എന്ന ഫേസ്ബുക്ക് കൂട്ടായ്മയാണ്. ഇപ്പോൾ അതിൻ്റെ അഡ്മിനായ ഫിറോസ് നമ്മോടൊപ്പം ചേരുകയാണ്. ഫിറോസ് ഈ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ പങ്കുവച്ചിരുന്നു. കൊല്ലം സുധിയുടെ കുടുംബത്തിന് ഈ വീട് വെച്ച് നൽകേണ്ടിയിരുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതെന്തുകൊണ്ടാണ് എന്ന് നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം. എന്താണ് അങ്ങനെ ഒരു പ്രതികരണം നടത്താൻ കാരണം? ഞാൻ കൊല്ലം സുധിയുടെ ഭാര്യ രേണു സോഷ്യൽ മീഡിയ വഴി ഒരു റിപ്പോർട്ടറെ കൊണ്ട് റിപ്പോർട്ടർ ചോദിക്കുകയാണ് അവരുടെ അടുത്ത്, നിങ്ങളെ വീട് ചോരുന്നുണ്ടോ, എവിടെല്ലാം ചോരുന്നുണ്ട് എന്നുള്ള രീതിയിൽ ചോദിപ്പിക്കുന്നു. വളരെ മോശമായ രീതിയിൽ തെറ്റായ ഒരു സന്ദേശം പൊതുസമൂഹത്തിന് നൽകി. ഞങ്ങൾ വെച്ചു കൊടുത്ത വീട് 1 വർഷം ആവുന്നതിൻ്റെ മുന്നേ തന്നെ ചോരുന്നുണ്ട്, ഗ്ലാസിൻ്റെ ഇടയിലൂടെ വെള്ളം ഒലിച്ചിറങ്ങുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് തെറ്റായ സന്ദേശം കൊടുത്തു. നമ്മളൊരു വീട് ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് പ്രയത്നിച്ച് അതിനകത്ത് പീയൂഷിനൊക്കെ അറിയാം, വ്യക്തമായിട്ട് അറിയാം, മറുനാടൻ മലയാളിയാണ്. നമുക്കതിൻ്റെ ഫൈനലി നമുക്കതിൻ്റെ ബൗണ്ടറി വാൾ കെട്ടാനുള്ള സഹായ സഹകരണങ്ങളൊക്കെ ചെയ്തു തന്നു, സാമ്പത്തികമായിട്ട് അതിൽ കോൺട്രിബ്യൂട്ട് ചെയ്തൊക്കെ. അങ്ങനെ ഒരുപാട് ആൾക്കാർ സഹായിച്ചിട്ട് നൽകിയ ഒരു വീടാണ്, ഒരുപാട് കഷ്ടപ്പെട്ട് നൽകിയൊരു വീടാണ്. ആ വീടിനെ കുറിച്ചിട്ട് പൊതുസമൂഹത്തിൽ തെറ്റായൊരു സന്ദേശം നൽകുന്നത് ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഹർട്ട് ചെയ്ത്. അപ്പോൾ അതുകൊണ്ട് നമ്മളെന്താ വെച്ചാൽ തീർച്ചയായിട്ടും നമ്മളെ കൂടുതലുള്ള ആൾക്കാർ മുന്നേ തന്നെ പറയാറുണ്ടായിരുന്നു അത് തെറ്റായൊരു തീരുമാനമായി പോയി എന്ന് പറയുന്നത്. പക്ഷേ നമ്മളത് അക്സെപ്റ്റ് ചെയ്തിരുന്നില്ല. കാരണം എന്താ വെച്ചാൽ നമ്മളാ വീട് നൽകിയത് കൊല്ലം സുധിയുടെ 2 മക്കൾക്ക് വേണ്ടിയിട്ടാണ്. നമ്മളെ വീട് പണിയുന്ന സമയത്തും അത് ഹാൻഡ് ഓവർ ചെയ്യുന്ന സമയത്തും നമ്മൾ പ്രതീക്ഷിച്ചത് കൊല്ലം സുധിയുടെ ഭാര്യയും 2 മക്കളും അദ്ദേഹത്തിൻ്റെ അമ്മയും അവിടെ താമസിക്കുമെന്നായിരുന്നു. അമ്മയോട് ഞാൻ ചോദിച്ചതാണ് ഹൗസ് വാമിങ്ങിൻ്റെ അന്ന്, അമ്മ ഇവിടെ നിൽക്കില്ല വെച്ചാൽ വലിയ മോനെ ഞാൻ കൊല്ലത്തേക്ക് പോകാമെന്നാണ് പറഞ്ഞത്. പക്ഷേ അതിനുശേഷം അവിടെ താമസിക്കുന്നതെല്ലാം രേണു സുധിയുടെ ഫാമിലി മെമ്പേഴ്സും മറ്റുള്ള ആൾക്കാരാണ്. സുധിയുടെ ഒരു മകൻ പോലും അവിടെ താമസിക്കുന്നില്ല. അപ്പോൾ വളരെ മോശമായ രീതിയിലാണ് ആ വീടിൻ്റെ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നത്. ഇപ്പോൾ ഒരു 3 ദിവസം മുന്നേ കൊല്ലം സുധിയുടെ മോൻ കിച്ചു ഒരു വീഡിയോ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ആ വീടിൻ്റെ അകത്തളം വളരെ ദയനീയമായ രീതിയിലാണ് കിടക്കുന്നത്. അതിൻ്റെ ബാത്റൂമിൻ്റെ പൈപ്പുകളെല്ലാം പൊട്ടി, ഷവറെല്ലാം പൊട്ടി, ഒന്നും വൃത്തിയായിട്ട് കഴുകാതെ പൂപ്പൽ പിടിച്ച് കിടക്കുന്ന ഫ്ലോറ്, അതേപോലെ വാഷ് ബേസിനൊക്കെ ആകെ വെള്ള വാഷ് ബേസിനൊക്കെ ഒരുമാതിരി വൃത്തികെട്ട ഒരു പബ്ലിക് ടോയ്ലറ്റിലത്തെ പോലെ, അതായത് ഒരു KSRTC പബ്ലിക് ടോയ്ലറ്റിലത്തെ ഒരവസ്ഥയാണ് ഇപ്പോൾ അവിടുത്തെ ആ ഒരു വീടിൻ്റെ അവസ്ഥ. അത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് വളരെയധികം സങ്കടം തോന്നി. ഇത് ഒരു വീട് ഫ്രീ ആയിട്ട് കിട്ടി, ഇത്രയും നല്ലൊരു വീട് ഫ്രീ ആയി കിട്ടി, അത് നല്ല രീതിയിൽ നോക്കാൻ പറ്റാത്ത ആൾക്കാർക്ക് വീട് വെച്ചു കൊടുത്തത് ഒരു തെറ്റായിപ്പോയി എന്ന് അതിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് അങ്ങനെ തുറന്നു പറഞ്ഞത്.